ഹലോ എവ്രി വൺ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. SSCയുടെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ 2026 നടക്കാൻ പോകുന്ന ഒരു എക്സാമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് പോലെ തന്നെ കംപ്ലീറ്റ്ലി ക്ലറിക്കൽ ആയിട്ടുള്ള, അതായത് ഒരു സ്റ്റെനോഗ്രാഫർ റോളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ്. സോ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ആൻഡ് D എന്ന നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത് പ്രകാരം നമ്മുടെ എക്സാമിനേഷന് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള തീയതികൾ ഇപ്പോൾ ഓൾറെഡി ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ വരുന്ന മെയ് 15-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ കുറച്ച് സമയം മാത്രം, സോ ഓൾമോസ്റ്റ് ഒരു 3 ആഴ്ച കഷ്ടി മാത്രമാണ് ഇവിടെ സമയമുള്ളൂ. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ എക്സാമിനെ പറ്റി കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ എക്സാമിനേഷൻ, ഏതൊക്കെ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്, അതിൻ്റെ ഏജ് ലിമിറ്റ് എന്തൊക്കെയാണ്, ഓരോ കാറ്റഗറിയിലും വരുന്ന ഏജ് ലിമിറ്റ് ഏതൊക്കെയാണ്, ഡിസബിലിറ്റി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എവിടെയൊക്കെയാണ്, ആൻഡ് എക്സാം സെൻറ്റേഴ്സ് കേരളത്തിൽ ഏതൊക്കെ പ്ലേസസിലാണ് വരുന്നത്, എക്സാമിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറച്ച് അറിയാമെന്നുണ്ടെങ്കിൽ വീഡിയോ കുറച്ച് ബാക്കിൻ്റെ സ്പീഡ് കൂട്ടി മേ ബി ഒരു 1.5 ഇട്ട് നിങ്ങൾ കണ്ടോളൂ. എന്നാൽ ആദ്യമായിട്ടാണ് ഇതിനെപ്പറ്റി കേൾക്കുന്നതെങ്കിൽ എല്ലാവരും വിശദമായിട്ട് തന്നെ ഈ വീഡിയോ ഒന്ന് കേട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നേരെ നമ്മുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സോ ഞാനിവിടെ ആപ്ലിക്കേഷൻ ഡേറ്റിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ വരുന്ന മെയ് 15-ാം തീയതി വരെ മാത്രമാണ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് തന്നെ ഫീ പേയ്മെൻറ്റ് നടത്താൻ ഒരു ദിവസം കൂടി അധികം വരുന്നുണ്ട്. സോ മെയ് 16-ാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് നടത്താം. ഇനി ഇത് തന്നിരിക്കുന്നത് പ്രകാരം ജൂലൈ ഓഗസ്റ്റ് 2026 എക്സാം നടക്കാൻ പോകുന്നത്. സോ അപ്പോൾ ഈ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ മിക്കവാറും ജൂലൈ ലാസ്റ്റ് വീക്ക് തൊട്ട് ഓഗസ്റ്റ് സെക്കൻഡ് വീക്ക് വരെയൊക്കെ ആയിരിക്കും എക്സാം നടക്കാനുള്ള സാധ്യത. പക്ഷേ ഇത് ഒരു ടെൻറ്ററ്റീവ് ഡേറ്റ് ആണ്. സോ നമുക്ക് എക്സാക്റ്റ് ഡേറ്റ് വരുന്നത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഏതൊക്കെ ഡേറ്റിലാണ് ആക്ച്വലി എക്സാം നടക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ റോളുകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്നാണ്. സോ അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഗ്രേഡ് സിയും ഗ്രേഡ് ബിയും, അതായത് ഈ ഗ്രേഡ് സി എന്ന് പറയണതും ഗ്രേഡ് ഡി എന്ന് പറയണതും ഗ്രൂപ്പ് ബിയും ഗ്രൂപ്പ് സിയുമായിട്ടുള്ള പോസ്റ്റുകളാണ്. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പല ഗ്രൂപ്പുകളിലാണ് സെൻട്രൽ ഗവൺമെൻറ് ഓഫീസേഴ്സ് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പ് ലെവലിലുള്ളവരെ നമ്മൾ ഗ്രൂപ്പ് എ എന്ന് പറയും. അതിനുശേഷം ഗ്രൂപ്പ് ബി, പിന്നെ ഗ്രൂപ്പ് സി, പിന്നെ ഗ്രൂപ്പ് ഡി റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് എ ഓഫീസേഴ്സ് എപ്പോഴും IAS അല്ലെങ്കിൽ IRS IFS ഒക്കെ വരുന്ന റാങ്കുള്ള ഓഫീസേഴ്സ് ആയിരിക്കും. അതിൻ്റെ താഴെ വരുന്ന പോസ്റ്റുകളാണ് ഗ്രൂപ്പ് ഡിയിലും ഗ്രൂപ്പ് സിയിലും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വന്നിരിക്കുന്ന ഗ്രേഡ് സി ആൻഡ് ഗ്രേഡ് ഡി എന്ന് പറയുന്നത് ഇതിൽ രണ്ടും തന്നെ നോൺ ഗസറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. കാരണം ഗസറ്റഡ് പോസ്റ്റുകൾ പണ്ട് CGL ഉണ്ടായിരുന്നു, ഇപ്പം അതിനകത്തും വരുന്നില്ല. പക്ഷേ CGL വരുന്നതിന് റിക്രൂട്ട്മെൻറ്റിൽ വരുന്ന പോസ്റ്റുകളുടെ പ്രൊമോഷൻ, രണ്ടാമത്തെ പ്രൊമോഷൻ തൊട്ട് ഗസറ്റഡ് പോസ്റ്റുകളിലേക്ക് ആണ് മിക്ക പോസ്റ്റിനും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിയിൽ വരുന്ന ഓഫീസേഴ്സും ഗ്രൂപ്പ് സിയിൽ വരുന്ന ഓഫീസേഴ്സും രണ്ടുമാണ് ഈ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സിയിലും ഗ്രേഡ് ഡിൻ്റെയും റിക്രൂട്ട്മെൻറ്റിലൂടെ നടത്തപ്പെടുന്നത്. ക്ലിയർ? ഇനി നമ്മുടെ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 731 വേക്കൻസീസ് ആണ് ഇപ്പം തന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇത് ടെൻറ്ററ്റീവ് വേക്കൻസി ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ SSCയുടെ ഒക്കെ എല്ലാ എക്സാംസും റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും അതിനുശേഷം കുറച്ചും കൂടി വേക്കൻസി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് വേക്കൻസി കൂടുമെന്ന് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്നത് 731 വേക്കൻസി ആണെന്നുണ്ടെങ്കിലും അത് ഇനിയും കൂടാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അപ്പോൾ ഈ വേക്കൻസീസ് എല്ലാം ഒറ്റ കാറ്റഗറി അങ്ങനെയല്ല വരുന്നത്. സോ നോർമലി ഇവിടെ നമുക്ക് അൺറിസർവ്ഡ് ആയിട്ടുള്ള, അതായത് UR കാറ്റഗറീസിലേക്ക് കുറച്ച് പോസ്റ്റുകൾ ഉണ്ടാകും. പിന്നെ SC STക്കാർക്ക് വേണ്ടി കുറച്ച് പോസ്റ്റുകൾ റിസർവ്ഡ് ആയിരിക്കും. വീണ്ടും OBCക്കാർക്ക് വേണ്ടി റിസർവ്ഡ് ആയിരിക്കും. അപ്പോൾ പലർക്കും സംശയം വരുന്ന ഒരു കാര്യമാണ് ഈ പോസ്റ്റുകൾക്ക്
അതായത് പല എക്സാംസിലും നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ പലരും കോമൻ്റ് ആയിട്ട് എഴുതി ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെ പറ്റിയ എക്സാംസ് ആണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പോസ്റ്റുകൾ ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇവിടെ ആക്ച്വലി ഡിസബിലിറ്റി ഉള്ളവർക്കും വീണ്ടും ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് അതായത് നമ്മൾ ഇവിടെ പറയണത് പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, അപ്പോൾ PWDD എന്നാണ് നമ്മൾ സാധാരണ പറയുക. അങ്ങനെയുള്ളവർക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഇനി അവർ ഒരു റിസർവ്ഡ് കാറ്റഗറി അല്ലെങ്കിൽ SC STയിലാണ് വരുന്നതെങ്കിൽ SC STക്കാരുടെ റിലാക്സേഷനും കിട്ടും. അതിനുശേഷം PWDയുടെ അല്ലെങ്കിൽ PWBDയുടെ റിലാക്സേഷനും കിട്ടും. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് ഡിസബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഈ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. കാരണം നിങ്ങളിവിടെ ജോലിയിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഈ ഒരു കാര്യങ്ങളായിരിക്കും. അതാണ് ഈ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എന്നതുകൊണ്ട് ബേസിക്കലി നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? എസ് എന്ന് വെച്ചാൽ സിറ്റിംഗ് ആണ്. ST എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാൻഡിംഗ് ആണ്. W എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റിംഗ് ആണ്. BN എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെൻഡിങ് ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ എക്സാമിന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇവിടെ പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇനി അതിൻ്റെ താഴെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ കാറ്റഗറി ഓഫ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടെ കാണാം. അപ്പോൾ ഇവിടെ B, അതിനുശേഷം LV എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമേ. B എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൈൻഡ് ആണ്. LV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ വിഷൻ ആണ്. പിന്നെ D എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫ്. പിന്നെ HH എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡ് ഓഫ് ഹിയറിംഗ്. OA എന്ന് വെച്ചാൽ 1 ആം, പിന്നെ 1 ലെഗ്, ബോത്ത് ലെഗ്, പിന്നെ അങ്ങനെ വരുന്ന കാര്യങ്ങളാണ്. അത് ഇവിടെ കാണാം. SD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈനൽ ഡിഫോമിറ്റി ആണ്. സോ അങ്ങനെ ഒരുപാട് അബ്രിവിയേഷൻസ് ഇവിടെ ഈ ഒരു PDF തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു PDF ജസ്റ്റ് നിങ്ങളൊന്ന് റെഫർ ചെയ്താൽ മതി. ഇനി അതല്ല, നമ്മൾ എക്സ് സർവീസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന, അതായത് ഇപ്പം ഡിസബിലിറ്റി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്, അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് കണ്ടന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കോമെൻറ്റ്സിൽ പറഞ്ഞാൽ മതി. അങ്ങനത്തെ കണ്ടന്റ് നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതോർത്താരും പേടിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏജ് ലിമിറ്റ് ആണ്. സോ ഇവിടെ ക്ലിയർ ആയിട്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊരു +2 യോഗ്യതയിൽ വരുന്ന എക്സാമിനേഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ഏകദേശം ആ റേഞ്ചിൽ തന്നെ വരുന്നതാണ്. +2 വരുന്ന എക്സാംസിൻ്റെ ടൈപ്പ് ഓഫ് ഒരു ഏജ് ലിമിറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. സോ ഗ്രേഡ് C എന്ന് പറയുന്നത് ഗ്രേഡ് Dനേക്കാളും മുകളിലാണ്. സോ ഗ്രേഡ് Cയിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 18 വയസ്സിൻ്റെയും 30 വയസ്സിൻ്റെയും ഇടയിൽ പ്രായം ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും പറയുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കണേ. 2026 ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. സോ ഈ ഒരു ഡേറ്റിന് മുമ്പ് നിങ്ങൾ 30 വയസ്സിൻ്റെ ഉള്ളിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെയുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് നോക്കിയാൽ മതി. 96, അതായത് 96 ഓഗസ്റ്റ് 2-നും 2008 ഓഗസ്റ്റ് 1-നും ഇടയിലുള്ളവർക്കാണ് ഗ്രേഡ് C പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഗ്രേഡ് D പോസ്റ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോഴേക്കും ഇവിടെ ഈ 3 ഇയേഴ്സിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 99, അതായത് 1999-ന് ശേഷം ജനിച്ചവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതും സ്പെസിഫിക്കലി ഓഗസ്റ്റ് 2, 1999-ന് ശേഷം ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ് കേട്ടോ. ഇതെല്ലാവർക്കും ഉള്ളതല്ല. ഇനി റിസർവ് കാറ്റഗറീസിന് ഇഷ്ടം പോലെ റിലാക്സേഷൻസ് വരുന്നുണ്ട്. നിങ്ങൾ SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ അവിടെ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് ഇവിടെ 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. ഇനി നെക്സ്റ്റ് ഒരു റിസർവേഷനും ഇല്ലാത്ത, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, അങ്ങനെയുള്ളവർക്ക് 10 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. ഇനി പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി OBCക്കാരാണെങ്കിൽ 13 വർഷം, ഇനി അത് SC ST ആണെങ്കിൽ 15 വർഷം. അങ്ങനെ ഏത് കാറ്റഗറി ആണോ നിങ്ങൾ വരുന്നത് അതിനനുസരിച്ച് ഇഷ്ടം പോലെ റിലാക്സേഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടും.
ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി അടുത്തതായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സ് സർവീസ് മെൻ എന്ന് പറയുന്ന ഒരു റിലാക്സേഷൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എക്സ് സർവീസ് മെൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഏതൊക്കെ കാറ്റഗറിയിലുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് അതിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് റെഫർ ചെയ്താൽ മതി. ഓക്കെ, ഇനി അതല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾ എത്ര വർഷത്തെ സർവീസിലാണോ എക്സ് സർവീസ് മെൻ അല്ലെങ്കിൽ സർവീസിൽ ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ എവിടെയെങ്കിലും ഉണ്ടായിരുന്നത്, സോ അത്രയും വർഷം നിങ്ങളുടെ ഏജിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്യും. അതുകൂടാതെ ഒരു എക്സ്ട്രാ 3 വർഷം കൂടെ ഡെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ വീണ്ടും SC/ST കാർഡിൽ വരുമ്പോഴേക്കും ഈ റെഡ്യൂസ് ചെയ്യാൻ പോകുന്നത് 8 വർഷത്തേക്കായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. എക്സ് സർവീസ്മെൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ബി വരുന്ന പോസ്റ്റും ഗ്രൂപ്പ് സി വരുന്ന പോസ്റ്റും ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് നോർമലി ഗ്രൂപ്പ് ബി പോസ്റ്റുകളൊക്കെ വരാറുള്ളത് ഒരു ഡിഗ്രി ലെവൽ എക്സാംസിലാണ്. പക്ഷേ ഇവിടെ 12th സ്റ്റാൻഡേർഡ് മതി നിങ്ങൾക്ക് ഈ എക്സാമിലൂടെ ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്ക് എത്താൻ. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ദ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് പാസ്ഡ് 12th സ്റ്റാൻഡേർഡ് ഓർ ഈക്വലൻ്റ് എക്സാമിനേഷൻ എന്നിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ അത് നിങ്ങൾ ഓർത്തിരിക്കുക. സോ 12ാം ക്ലാസ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവണം. അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറയുന്ന എക്സ്ട്രാ കട്ട് ഓഫോ അങ്ങനെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് 12th സ്റ്റാൻഡേർഡ് പാസ്സായിട്ടുണ്ടാവണം. ആൻഡ് ഓൾസോ അതിൻ്റെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത്രയാണുള്ളൂ. ഇനി പല വീഡിയോസിലും ചിലപ്പോൾ പലർക്കും ഡൗട്ട് വരാറുണ്ട്, ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നില്ല, +2 കഴിഞ്ഞിട്ടുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വർഷം +2ന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് എന്ന് വെച്ചാൽ +1 കഴിഞ്ഞപ്പോൾ +2ലേക്ക് കയറി, ഇപ്പോൾ +2ന് ഉള്ളവർക്ക് അടുത്ത വർഷം അപ്ലൈ ചെയ്യാം കേട്ടോ. SSCയുടെ എക്സാംസ് ഒക്കെ ആനുവലി നടക്കുന്ന എക്സാംസ് ആണ്. അപ്പോൾ ഈ വർഷം നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടാകും, പേടിക്കേണ്ട. ഓക്കെ, ശരി. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് ആണ്. സോ SSCയുടെ എക്സാംസ് ഒക്കെ തന്നെ നമ്മൾ ഓൺലൈനായിട്ടാണ് എക്സാം അപ്ലൈ ചെയ്യുന്നത്. സോ അതിന് നമ്മൾ SSCയുടെ വെബ്സൈറ്റ് ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോവുക. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1 ടൈം ഒന്ന് രജിസ്റ്റർ ചെയ്യണം. അതായത് നമ്മൾ അവിടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിടണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോയുടെ അവസാനം എന്താണ് OTR എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള അതായത് ആപ്ലിക്കേഷൻ ഫീയും എക്സാമിൻ്റെ സ്കീമും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഈ എക്സാമിൽ മറ്റുള്ള ഇതിനു മുമ്പ് നടന്ന എക്സാമിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും വന്നിട്ടുണ്ട്. സോ അതും കൂടെ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അപ്പോൾ ഈ 100 രൂപ എന്ന് പറയുന്നത് SSCയുടെ എല്ലാ എക്സാമിനേഷൻസിനും 100 രൂപ തന്നെയാണ് എപ്പോഴും ആപ്ലിക്കേഷൻ ഫീ വരാറുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുള്ളൂ. നിങ്ങൾ ഒരു വിമൻ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ വിമൻ കാൻഡിഡേറ്റ്സിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീ എക്സംഷൻ ഉണ്ട്. ഇനി SC കാൻഡിഡേറ്റ്സിനും വീണ്ടും എക്സംഷൻ വരുന്നുണ്ട്, ST കാൻഡിഡേറ്റ്സിനും എക്സംഷൻ വരുന്നുണ്ട്, ഡിസബിലിറ്റീസ് ഉള്ളവർക്കും എക്സംഷൻ വരുന്നുണ്ട്. പക്ഷേ OBCക്കാർക്ക് ഇവിടെ ഫീ എക്സംഷൻ ഇല്ല കേട്ടോ. അതായത് OBC മെയിൽസിന് ഫീ എക്സംഷൻ ഇല്ല, OBCയുടെ ഫീമെയിൽസിനുണ്ട്. അത് OBC മാത്രമല്ല, എല്ലാ ഫീമെയിൽസിനും ഫീ എക്സംഷൻ വരുന്നുണ്ട്. ഇനി എക്സ് സർവീസ്മെൻ ഇങ്ങനെയുള്ളവർക്കൊന്നും തന്നെ 1 രൂപ പോലും നിങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ചെലാൻ പ്രിൻ്റ് എടുത്ത് എവിടെയും പോയി ബാങ്കിൽ പൈസ അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട്, അതായത് ഇപ്പം നമ്മൾ ജസ്റ്റ് ഓട്ടോയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തുക അല്ലേ. ഒരു ഊബർ എടുത്തിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. KSRTCയിൽ വരെ ഇപ്പം നമുക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാം. അതേപോലെ തന്നെ കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് നിങ്ങൾക്കിവിടെ ഈ 100 രൂപ പേ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇത് സോ ഇവിടെ എക്സാം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് May 15th ആണ്. പക്ഷേ ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് 16th വരെ, അതായത് ഒരു ദിവസം കൂടി എക്സ്ട്രാ ഉണ്ട്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ഉടനെ അല്ല. അതായത് 16th ആകുമ്പോഴേക്കും ആപ്ലിക്കേഷൻ വിൻഡോയും ഫീൻ്റെ വിൻഡോയും ഒക്കെ ക്ലോസ് ആയിട്ട് 20th തൊട്ട്, അതായത് May 20th തൊട്ട് May 21st വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള സമയം. സോ എൻ്റെ പേഴ്സണൽ സജഷൻ അവിടെ വരെ ഒന്നും പോവണ്ട. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ
എക്സാമിന് അപ്ലൈ ചെയ്തു, പിന്നെ നിങ്ങൾ റിയലൈസ് അയ്യോ തെറ്റിപ്പോയി എന്നല്ലേ. അപ്പോൾ ഈ 20th വരെ, അതായത് 16th ക്ലോസ് ചെയ്ത് 20th വരെ നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കും. അയ്യോ ഇത് ചെയ്തത് ശരിയായില്ല, റിജക്റ്റ് ആവോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ വരും. അപ്പോൾ ആ ടെൻഷൻ ഉള്ള സമയം ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ള സമയമാണ്. അപ്പോൾ അത് ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ നമ്മുടെ സമയം അവിടെ പോകും, നമ്മുടെ എനർജിയും പോകും, നമ്മുടെ കോൺഫിഡൻസും പോകും. സോ അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്കൊന്നും പോവരുത്, എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. പക്ഷേ കെയർഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എക്സാമിൻ്റെ സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വരുന്നത് KKR റീജിയനാണ്, അതായത് കേരള കർണാടക റീജിയനാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണൂരുണ്ട്, നമുക്ക് കോട്ടയമുണ്ട്, കോഴിക്കോടുണ്ട്, ട്രിവാൻഡ്രമുണ്ട്, എറണാകുളമുണ്ട്, കൊല്ലം, തൃശ്ശൂർ, പിന്നെ അതിനുശേഷം ആലപ്പുഴയുണ്ട്, മലപ്പുറമുണ്ട്. ഇത്രയും പ്ലേസസ് നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് മൈസൂരൊക്കെ അടുത്താണെന്നുണ്ടെങ്കിൽ മൈസൂർ പ്ലേസിൽ ഉണ്ട്, മൈസൂരുണ്ട്, ബാംഗ്ലൂരുണ്ട്, പിന്നെ മാംഗ്ലൂരുണ്ട്. അങ്ങനെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെൻറ്റർ കിട്ടാം. ഓക്കെ, അപ്പോൾ മിക്കവാറും എല്ലാ ജില്ലകളിലും വരുന്നുണ്ട്. ഇനി അങ്ങനെ ഇല്ലാത്ത ജില്ലകളിൽ തൊട്ടപ്പുറത്തെ ജില്ലകളിലേക്കും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിൻ്റെ സ്കീമാണ്. അപ്പോൾ ഇവിടെയാണ് ഒരു മേജർ ചേഞ്ച് വന്നിരിക്കുന്നത്. സോ നമുക്കറിയാം SSCയുടെ എക്സാംസ് ഒക്കെ നടക്കുന്നത് ഓൺലൈനായിട്ടാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് MCQs ആണ് എപ്പോഴും ഉണ്ടാവുക. ഇവിടെയും അത് തന്നെയാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഒരു ചെറിയ ഡിഫറൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ നമുക്ക് ക്ലിയർ ആയിട്ടൊരു കാര്യം കാണാനായിട്ട് പറ്റി. എന്തായിരുന്നു അത്? നമ്മുടെ സെക്ഷണൽ ടൈമർ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ സെക്ഷണൽ ടൈമർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്ഷണൽ ടൈമർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന എല്ലാ എക്സാംസിനും സെക്ഷണൽ ടൈമർ ഉണ്ടാവുന്ന അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം, ഇത് 2 മണിക്കൂർ എക്സാമിനേഷൻ ആണ്. അതിൽ സെക്ഷണൽ ടൈമർ ഓഫ് 30 minutes ഈച്ച് ഫോർ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആൻഡ് 60 minutes ഫോർ പാർട്ട് 3 ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, നേരത്തെ വന്ന നോട്ടിഫിക്കേഷൻ നമ്മുടെ SSCയിലെ സെലക്ഷൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതിൽ 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു, 200 മാർക്കാണ്. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വീതമാണ് വെയിറ്റേജ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നോർമലി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെയാണ്? മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ആണ് വരുന്നത്. ആ എക്സാമിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മാത്സിന് മാക്സിമം ടൈം എടുക്കും, ബാക്കിയെല്ലാം വേഗം ചെയ്തു പോകും. എന്നാൽ അങ്ങനെയല്ല, 4 എണ്ണത്തിന് 15 മിനിറ്റ് വീതം, അതായത് 1 മണിക്കൂറുള്ള 4 സെക്ഷൻസ് ഉള്ള എക്സാമിനെ കൃത്യമായി 4ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ സെക്ഷനും 15 മിനിറ്റ് എന്ന് പറയുന്ന ടൈമറായിരുന്നു വന്നത്. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ നിങ്ങളുടെ മാർക്കിൻ്റെ വെയിറ്റേജിനനുസരിച്ചിട്ടാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചെയ്യാൻ കുറച്ചധികം സമയം വേണം, പക്ഷേ ജനറൽ അവയർനെസ് പെട്ടെന്ന് കിട്ടുമെങ്കിലും കാര്യമില്ല. റീസണിങ്ങിൻ്റെ ടൈം നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിലേക്ക് കൂട്ടാം അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ജനറൽ അവയർനെസ് പെട്ടെന്ന് ചെയ്തിട്ട് റീസണിങ് പിന്നെ ചെയ്യാമെന്നുള്ള പ്രോസസ്സ് ഇവിടെ നടക്കില്ല. ഇവിടെയും നമുക്ക് 30 minutes ആണ്, ഇവിടെ 30 minutes ആണ്. ഇംഗ്ലീഷ് 100 മാർക്കിനുള്ളത് കാരണം ഇവിടെ നമുക്ക് 60 minutes ആണ് വരുന്നത്. ഓക്കെ, സോ ഇത് 60 minute അല്ല 30 minute, 30 minute ആൻഡ് 60 minute ഇതാണ് ടൈമർ വരുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ സാധാരണ രീതിയിൽ പഠിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ CBT1, ഇതിനെ നമ്മൾ CBT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. 3 സബ്ജക്ട്സുകളാണുള്ളത്. റീസണിങ് ഉണ്ട്, പിന്നെ മാത്സ് വരുന്നില്ല, ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും മാത്രമേ ഉള്ളൂ. അപ്പോൾ മാത്സിൽ ഇച്ചിരി വീക്ക് ആയവർക്കൊക്കെ ഈ ഒരു ജോലിക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. കാരണം കംപ്ലീറ്റ്ലി സ്റ്റെനോഗ്രാഫർ ആണല്ലേ, ക്ലറിക്കലായിട്ട് വരുന്ന ജോലിയാണ്. ഇംഗ്ലീഷും ടൈപ്പിംഗ് ഒക്കെയാണ് വേണ്ടത്. ടൈപ്പിങ്ങിൻ്റെ ഒരു ടെസ്റ്റ് വരുന്നുണ്ട്, അതിൻ്റെ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ റീസണിങ്ങിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം. ഇനി അതിനുശേഷം ഞാൻ ഓരോന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, അത് ഒത്തിരി സമയം എടുക്കും. ഇത് ജനറൽ അവയർനെസ്സിൻ്റെ സിലബസും നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, അതിൻ്റെ സിലബസും ഇവിടെ കൃത്യമായിട്ട് കാണാം. ഇതും കൂടെ പറയുമ്പോഴേക്കും വീഡിയോ ഒത്തിരി ലോങ് ആവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഇതിന് ശേഷം നമുക്കൊരു സ്റ്റെനോഗ്രാഫിയുടെ സ്കിൽ ടെസ്റ്റും കൂടി വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഇതൊരു സ്റ്റെനോഗ്രാഫി ജോബാണ്. സോ ഡെഫിനറ്റ്ലി അതിന് വേണ്ടി ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും. അത് നമുക്കറിയാം അല്ലേ, അത് ഡെഫിനറ്റ്ലി ഓബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ചുള്ള സർട്ടിഫിക്കറ്റോ അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. അതായത് നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫിയിൽ എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടോന്നോ അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടോയെന്നൊന്നും ചോദിക്കുന്നില്ല. ഇവിടെ ഒരു എക്സാമിനേഷൻ നടക്കുന്നുണ്ട്.
അത് നിങ്ങൾ പാസ്സാവണം. ഇത് മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഈ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടോ, അത് ഞാനൊന്ന് പറഞ്ഞു തരാം, ഇവിടെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ദ കാൻഡിഡേറ്റ്സ് ഹു ആർ ഷോർട്ട് ലിസ്റ്റഡ് ഇൻ ദി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വിൽ ബി റിക്വയർഡ് ടു അപ്പിയർ ഇൻ ദി സ്കിൽ ടെസ്റ്റ് ഫോർ സ്റ്റെനോഗ്രഫി. സോ ഒരു കാര്യം കൂടെ നേരത്തെ പറയാൻ മറന്നുപോയി, എക്സാമിനേഷൻ നിങ്ങൾക്ക് ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ആണ് എഴുതാനുള്ള ഓപ്ഷൻ ഉള്ളൂ കേട്ടോ. ഇത് 12th ലെവൽ എക്സാം ആണെങ്കിൽ പോലും മലയാളത്തിൽ ലോക്കൽ ലാംഗ്വേജസിൽ എഴുതാൻ പറ്റില്ല. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആണ് നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. നേരത്തെ പറഞ്ഞ 3 സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ എക്സാമില്ലേ, അത് എഴുതാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം അത് ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റിൽ എഴുതാനുള്ളൊരു ഓപ്ഷൻ കിട്ടുകയുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം ഇവിടെ the 100 words per minute for the post of stenographer C and 80 words per minute for the post of grade D. അപ്പോൾ ഇവിടെ ഇത്ര വേർഡ്സ് പെർ മിനിറ്റ് എന്ന് അതാണ് ഈ WPM എന്ന് തന്നിരിക്കുന്നത്. അത് പറയുമ്പോൾ ഇത് ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാകും. അപ്പോൾ എത്ര തവണ ഇത്ര നമ്പർ ഓഫ് കീ ഡിപ്രഷൻസ് എന്ന് കൂടി ക്ലിയർലി അതിൽ പറയുന്നുണ്ടാകും. അപ്പോൾ എത്ര തവണ നിങ്ങളിങ്ങനെ കീബോർഡിൽ പ്രസ് ചെയ്യുന്നു എന്ന് അത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് തരുന്ന ഒരു പാസേജ്. അതേപോലെ ഇത്ര നമ്പർ ഓഫ് വേർഡ്സ് പെർ മിനിറ്റിൽ സ്പീഡിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, സോ ഇതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. സോ CBE കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് ശേഷം നിങ്ങൾ ഇതുകൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ്, അതിനുശേഷം തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനേ വരുള്ളൂ, നിങ്ങൾക്ക് ഈ ഒരു എക്സാം പാസ്സായി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ അതിൻ്റെ ടൈം ഡ്യൂറേഷനും കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ സ്റ്റെനോഗ്രാഫർ ഡി ഇംഗ്ലീഷിന് 50 മിനിറ്റ് ആണ്. ഇനി നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ സ്ക്രൈബിനെ വെച്ചിട്ട് അങ്ങനെയുള്ളവർക്ക് ഇവിടെ 70 മിനിറ്റ്സ് ആയിരിക്കും വരുന്നത്, അതായത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക്. ഗ്രേഡ് ഡി ഹിന്ദി ആണെങ്കിൽ 65 മിനിറ്റ്സ് ആണ്. ഗ്രേഡ് സി ഹിന്ദി ആകുമ്പോൾ ഈ 50 എന്നുള്ളത് നേരെ 40 ആയിട്ടുണ്ട്. ഹിന്ദിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് 65 എന്നുള്ളത് നേരെ 55 ആയിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ മലയാളികളാണ്, കേരളത്തിലുള്ളവരാണ്. എക്സാം ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമാണ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മിക്കവാറും ഇംഗ്ലീഷ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യുക. സ്റ്റെനോഗ്രാഫിയുടെ കാര്യവും അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ആയിരിക്കും സെലക്ട് ചെയ്യുക. പക്ഷേ ഇവിടെ നോക്കുക, നിങ്ങളുടെ അപ്പോയിൻമെൻറ്റിന് ശേഷം നിങ്ങളിപ്പം ഇംഗ്ലീഷിലാണ് സ്റ്റെനോഗ്രാഫിയുടെ ടെസ്റ്റ് എടുത്തതെങ്കിലും നിങ്ങൾക്ക് ഹിന്ദി ടൈപ്പ് ചെയ്യാൻ പഠിക്കേണ്ടി വരും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി നിങ്ങൾ ഹിന്ദിയിൽ, ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് അവർ ഹിന്ദിയിലാണ് പ്രിഫർ ചെയ്യുന്നത്, അവർ ഹിന്ദി ആയിരിക്കും എന്നിട്ട് ടെസ്റ്റ് എടുക്കുന്നതെങ്കിലും അവർ അപ്പോയിൻമെൻറ്റ് കിട്ടിയതിന് ശേഷം ഇംഗ്ലീഷ് കൂടി പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ, സോ ഇതും ഓർത്തിരിക്കുക കേട്ടോ. ഇത് നിങ്ങൾ അപ്പോയിൻമെൻറ്റിന് ശേഷമാണ്, ഇതിൻ്റെ വേറെ ടെസ്റ്റ് ഇല്ല. നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ നിങ്ങൾക്ക് ടെസ്റ്റ് എഴുതാം, പക്ഷേ അതിന് ശേഷം മറ്റേ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. ക്ലിയർ? ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ID കാർഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന IDs ആണ്. ഇനി അതിനുശേഷം വരുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. സോ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് ശേഷം ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ആൻഡ് സ്റ്റെനോഗ്രാഫി അതും കൂടെ കഴിഞ്ഞതിന് ശേഷം വരുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ ഇത് അത്ര വലിയ സീനുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡിലെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് ആയിട്ടുള്ളത്, പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ്. ഇനി നിങ്ങൾ ഏതെങ്കിലും റിലാക്സേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ OBC ആണ്, അപ്പോൾ നിങ്ങളൊരു 3 years ഏജ് റിലാക്സേഷൻ ക്ലെയിം ചെയ്തു, അപ്പോൾ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കണം. അങ്ങനെ ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണോ നിങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ അതിൻ്റെയൊക്കെ ഒറിജിനൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതാണ് വ്യത്യാസം. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മുടെ പോസ്റ്റ് പ്രിഫറൻസും കൂടെ ജസ്റ്റ് ഞാനൊന്ന് പറയാം. അപ്പോൾ ഇത് സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന റോളാണ്, അത് ഡെഫിനറ്റ്ലി കറക്റ്റാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സും മിനിസ്ട്രീസും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഏത് മിനിസ്ട്രിയിൽ ഏത് സ്ഥലത്ത് നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നത് അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ പോസ്റ്റിംഗ് ഒക്കെ വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് CSS ഉണ്ട്, അതായത് സെക്രട്ടേറിയറ്റ് സർവീസ് എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ അവിടെയൊക്കെയാണ് ആ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അത് ഡൽഹിയിൽ മാത്രമേ വരുള്ളൂ. അതേസമയം നിങ്ങളിപ്പം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഇപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നതിൻ്റെ താഴേക്കാണ് വരുന്നതെങ്കിൽ അവിടെ ഇന്ത്യയിൽ ഉടനീളം ഓഫീസുകളുണ്ടാവും. സോ
അങ്ങനെ ഏത് മിനിസ്ട്രി അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷൻ ഇതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ പോസ്റ്റിംഗ് ഒക്കെ വരാൻ പോകുന്നത്. സോ അവിടെയാണ് നമുക്കിവിടെ പോസ്റ്റിൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ജോലി സ്റ്റെനോഗ്രാഫർ തന്നെയാണ്, പക്ഷേ പോസ്റ്റ് പ്രിഫറൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് സംഭവം. ഓക്കെ, സോ അപ്പോൾ ഇനി ഇവിടെ നോക്കുക. സോ ഇവിടെ ആദ്യത്തെ ടെൻറ്ററ്റീവ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്ന റിസൾട്ടിന് ശേഷം നിങ്ങളുടെ പോസ്റ്റുകളും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റും നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ടാകും ഓൾറെഡി. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ ഫസ്റ്റത്തെ റൗണ്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പോസ്റ്റ് ചൂസ് ചെയ്യുക. അതിന് ശേഷം പിന്നെ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാമെന്ന് പറയണതൊന്നും പോസിബിൾ ആയിരിക്കില്ല. കാരണം നമുക്കിപ്പോൾ ഒരു സ്ലൈഡിങ് മെക്കാനിസം എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരുന്നത് കാരണം ഈ FRT, അതായത് ഫസ്റ്റ് റൗണ്ട് ഓഫ് ടെൻറ്ററ്റീവ് അലോക്കേഷൻ, അതിനാണ് ഈ FRT എന്ന് പറയുന്നത്. ഈ FRT വന്നതിന് ശേഷം നമ്മൾ ഓൾറെഡി എനിക്ക് ഈ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇത് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് മാറ്റാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, സോ ഇത് ശ്രദ്ധിക്കുക. സോ നിങ്ങൾ ആലോചിച്ചിട്ട് വേണം നിങ്ങളുടെ ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ എവിടെയാണെന്നുള്ളത് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് മോഡ് ഓഫ് സെലക്ഷൻ. സോ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മിനിമം ഇത്രയെങ്കിലും മാർക്കുള്ളവർക്കാണ് സെലക്ഷൻ കിട്ടുള്ളൂ എന്നാണ്. പക്ഷേ ഇത് കണ്ട് നിങ്ങൾ നോക്കണ്ട, ഇതൊന്നും ആയിരിക്കില്ല. കട്ട് ഓഫ് മാർക്ക് വരും. 200ലാണ് എക്സാം വരുന്നത്. സോ കട്ട് ഓഫ് മാർക്ക് 30% ഒന്നും അല്ല, നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ഓഫ് മാർക്ക് വരും. ക്ലിയർ? ഇനി നെക്സ്റ്റ് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ പ്രോപ്പറായിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താനുള്ള ടൈം ഉണ്ട്. പക്ഷേ അതിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ടെൻഷനും ഒക്കെ വെറുതെ നമ്മുടെ സമയം കളയും. നമുക്ക് ആവശ്യമില്ലാത്ത എനർജി അതിലങ്ങ് വേസ്റ്റ് ആകും. സോ അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ്റെ കാര്യം കൂടെ ജസ്റ്റ് ഞാനൊന്ന് പറയാം. വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് SSCയുടെ ഏത് എക്സാമിനും, അതായത് ഇതിപ്പം SSCയുടെ വെബ്സൈറ്റ് ആണ് കേട്ടോ, ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് എക്സാമിന് അപ്ലൈ ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ എക്സാമിന് നിങ്ങളിപ്പം എലിജിബിൾ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് വരുന്ന എലിജിബിലിറ്റി വരുന്ന എക്സാംസ് ഉണ്ടാകും. സോ ജസ്റ്റ് ഇതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിടുക. എന്നിട്ട് എക്സാംസ് വരുന്ന സമയത്ത് ക്ലിക്ക് അപ്ലൈ കൊടുത്ത് നേരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അന്നേരം വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല. ക്ലിയർ എല്ലാവർക്കും? പിന്നെ ഇപ്പോൾ വരുന്ന മിക്ക എക്സാംസിനും ഫോട്ടോഗ്രാഫ് എല്ലാം തന്നെ ലൈവായിട്ട് ക്യാപ്ചർ ചെയ്യുന്നതാണ്. അതായത് ഒരു പ്രിഫറബിളി വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് കണ്ണടയോ തൊപ്പിയോ അങ്ങനെയൊന്നും വെക്കാതെ എടുക്കുന്ന ഫോട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വരുന്ന ടൈപ്പ് ഓഫ് ബ്ലർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും നിങ്ങൾ കൊടുക്കാതെ ഇരിക്കുക. ഓക്കെ, സോ അപ്പോൾ ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ ഫോട്ടോഗ്രാഫ്സാണ്, ലൈവ് ക്യാപ്ചറിങ് ആണ് മിക്ക എക്സാമിനും ഇപ്പോൾ വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ എടുത്തു പറയാനുള്ളത്, ഇവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കാണാം. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും ഇല്ല. ഇപ്പം ബേസിക്കലി സ്റ്റെനോഗ്രാഫറാണ്, നിങ്ങൾക്കറിയാലോ. സ്റ്റെനോഗ്രാഫർ എന്ന് പറയുമ്പോൾ സ്റ്റെനോഗ്രാഫിംഗ് ജോലിയാണ്, ക്ലറിക്കൽ ജോലിയാണ്. അപ്പോൾ അവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ BRO, അതായത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇതിൽ ജൂനിയർ എഞ്ചിനീയറിൻ്റെയൊക്കെ റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇവിടേക്ക് വരുന്ന സ്റ്റെനോഗ്രാഫേഴ്സിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി കൂടെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് മാത്രമാണ് ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉള്ളൂ. ഫിസിക്കൽ അതിൽ തന്നെ ഇപ്പോൾ ഞാനിവിടെ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ BROയിലേക്ക് മാത്രം വരുന്നതാണ് കേട്ടോ ഇത്. സോ ഇവിടെ 1 മൈൽ റണ്ണിങ്. സോ ഇവിടെ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ 1 മൈൽ ഓടണം. സോ അതിൽ എത്ര സമയം എന്നൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് പാസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൽ മാർക്സ് ഒന്നും വരുന്നില്ല. ഇനി റീജിയൻ വൈസ് ആയിട്ടുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഇവിടെ തന്നിട്ടുണ്ട്. വെസ്റ്റേൺ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ, പിന്നെ സെൻട്രൽ റീജിയൻ, സതേൺ റീജിയനിലൊക്കെ 157 സെൻറ്റിമീറ്റേഴ്സും തന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ BROയിലേക്ക് വരുന്ന റിക്രൂട്ട്മെൻറ്റിലാണ്, ബാക്കി എല്ലാത്തിലും വരുന്നതിലല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറയാനായിട്ടുള്ളൂ. സോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ ഒരുവിധം നിങ്ങൾക്ക് സംശയം വരാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴെ കോമൻ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ടോപ്പിക്സിന് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ
അതും ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒരു സജഷനായിട്ട് നിങ്ങളൊന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ മറക്കണ്ട, മെയ് 15-ാം തീയതി വരെയാണ് എക്സാം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് തന്നെ എക്സാമിന് അപ്ലൈ ചെയ്യുക. ജൂലൈ ഓഗസ്റ്റിലായിരിക്കും എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് വരുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്. 18 to 27 ആൻഡ് 18 to 30 ഇയേഴ്സ് ആണ് ഏജ് എലിജിബിലിറ്റി. ആൻഡ് ഓൾസോ ഇവിടെ ഡിഗ്രി ഒന്നും വേണ്ട, +2 എലിജിബിലിറ്റി ഉള്ള ആർക്കും ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 700+ വേക്കൻസീസ് ആണ് കേട്ടോ, അതും കൂടെ ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. 700+ വേക്കൻസീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കോഴ്സസ് ഒക്കെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. ഈ എക്സാമിനൊക്കെ വേണ്ടിയിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് നമ്മളെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.